UDF സർക്കാരിൻ്റെ ഏറ്റവും തിളക്കമാർന്ന ഒരു സാമൂഹ്യ പരിരക്ഷ അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ് തൂഫാൻ എന്ന് പറയുന്ന മയക്കുമരുന്ന് വേട്ട. അത് ഏകദേശം നല്ലൊരു ശതമാനം വിജയത്തിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നല്ലൊരു ശതമാനം പ്രതികൾ പിടികൂടപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണ രീതികളൊക്കെ നടക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാം. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രശംസിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള തൂഫാൻ ടീമിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനവുമായിട്ട് തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിപുലപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു പ്രസ്താവന നിയമസഭയിൽ വെച്ചോ മറ്റോ പറഞ്ഞതായിരിക്കുന്ന ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ചേർന്നുകൊണ്ട് ഈ സാമൂഹ്യ വിപത്തിനെതിരെ ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി സർക്കാരിന് സാധിച്ചത് തീർച്ചയായിട്ടും നമ്മൾ കേരളം അഭിനന്ദിക്കുന്നു എന്നുള്ളതും കൃത്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറ അതിലകപ്പെട്ടു പോയാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നിത്യേന പത്രം വായിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ശാന്തമായ രീതിയിൽ വീട്ടിൽ രക്ഷിതാക്കളോടൊപ്പം കിടന്നുറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളോടൊപ്പം പോലും കിടന്നുറങ്ങാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രദേശത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ ഗ്രാമീണ പശ്ചാത്തലയും ഇതിനെ കൊത്തിക്കോറി എടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആരും പരീക്ഷിക്കാത്ത ഒരു റൂട്ടാണ് വിദ്യാർത്ഥികളിലൂടെ ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. അതിൽ വിജയിച്ചു. വിദ്യാർത്ഥികളോട് പ്രചരിപ്പിക്കുന്ന സമയത്തുള്ള വിഷയമെന്ന് പറഞ്ഞാൽ ഒരു തലമുറ അപ്പാടെ ഇല്ലാതാകുന്നു. വിദ്യാഭ്യാസത്തിലൂടെയാണ് തലമുറ വാർത്തെടുക്കുന്നത്, സാമൂഹ്യപരമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, രാജ്യ പുരോഗതിക്ക് നിർണായകമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്ന വിദ്യാർത്ഥികളാണ്. കയ്യിൽ പിടിക്കുന്ന ചെറിയ പുസ്തകം എന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കപ്പെട്ട പുസ്തകമൊന്നുമല്ല, അത് ഒരു ജീവിതമാണ്. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും രാജ്യ പുരോഗതിയുടെയും അടിസ്ഥാനമായിരിക്കുന്ന മൂല്യങ്ങൾ ചേർന്ന ഒരു ഗ്രന്ഥമാണ് കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നത് എന്ന് ചുരുക്കം. അതിന് നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു പുസ്തകമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരുപാട് ആളുകളെ പിടിക്കപ്പെട്ടു, അറസ്റ്റ് ചെയ്തു, ജയിലടച്ചു എന്ന് നമ്മൾ നിത്യേന കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പത്രത്തിൻ്റെ ഹെഡിങ് തന്നെ ഇപ്പോൾ വരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് സ്കൂൾ ടീച്ചറെ പിടിച്ചു. അത് ഒറ്റപ്പെട്ടതാണോ? അല്ല, അതിനു മുൻപേ പിടിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഡോക്ടർമാർ, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകന്മാർ, യൂട്യൂബേഴ്സ്, സ്ത്രീകൾ തന്നെ കൂട്ടത്തോടെ സ്ത്രീകളൊക്കെ പിടിച്ച സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. സ്ത്രീകൾക്ക് പോലും ഈ വിഷയത്തിൽ രംഗത്തിറങ്ങാൻ വേണ്ടിയിട്ട് പ്രശ്നമല്ലാത്ത ഒരു സാമൂഹ്യ പശ്ചാത്തലം ഇവിടെ ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ വളരെ പെട്ടെന്ന് ഇതൊരു ആവശ്യമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ ഈ സമുദായികപരമായിട്ട്, അതായത് മുസ്ലിം സമുദായപരമായിട്ട് പറയുന്ന സമയത്ത് മയക്കുമരുന്ന് വിപത്തിനെതിരെ ഈ മുസ്ലിം പണ്ഡിത സഭകൾ അല്ലെങ്കിൽ വയല് പരമ്പരകളൊക്കെ മതപ്രഭാഷണം നടത്തുന്നവർ വേണ്ട രീതിയിൽ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴും അഭിപ്രായം. മദ്യപിക്കുന്ന ഒരാളെ ഒരു സാമൂഹ്യ തിന്മ ചെയ്യുന്ന ഒരു പ്രവർത്തകനായിട്ട് തന്നെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ മദ്യപാനി മുമ്പൊക്കെ ഒരു 10-15 അല്ലെങ്കിൽ 20 വർഷം മുമ്പ് നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരു മദ്യപാനിയെ അയാളുടെ പേരോടൊപ്പം ചേർത്താണ് വിളിക്കുക. അപ്പോൾ ഒരാളിപ്പോൾ ഒരു സാബു എന്ന് പറയുന്ന ഒരു മദ്യപാനുണ്ട്, ഒരു ഉദാഹരണം മാത്രമായിട്ട് പറയുന്നത്. അപ്പോൾ സാബു എന്ന മദ്യപാനുണ്ടെങ്കിൽ പിന്നെ വിളിക്കുക കള്ളുകുടിയൻ സാബു എന്നാണ് അയാൾ അറിയപ്പെട്ടത്. അങ്ങനെയായിരുന്നു ഒരു കാലത്ത്, ഒരു 15-20 വർഷം മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. ഇന്ന് മദ്യപിച്ചാൽ മദ്യം മണക്കില്ല, അത് മദ്യപിക്കാത്തവർ സമൂഹത്തിൽ കുറവാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നാലും ഞാനൊരു മദ്യപാനിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആരും താല്പര്യം കാണിക്കില്ല. വലിയ രീതിയിലുള്ള മത പ്രബോധനം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലൊരു മദ്യപാനിക്ക് ഇപ്പോഴും വലിയ അംഗീകാരം ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ അതിന് തത്തുല്യമായ രീതിയിൽ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു മതപ്രചരണങ്ങൾ, പ്രബോധനങ്ങൾ ഇപ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഒറ്റപ്പെട്ട മതപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിമർശിക്കാറുണ്ട്.
എതിർക്കാറുണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്, പൊതുവേദിയിലും സമൂഹ വേദിയിലൊക്കെ അങ്ങനെയും പറയാറുണ്ട്. പക്ഷെ ഒരു മതപ്രഘോഷണ രംഗത്ത് മദ്യപാനം അതിൻ്റെ വിപത്ത് എന്നൊക്കെ പറഞ്ഞ് വിഷയാവതരണം നടത്തുന്ന പോലെ ഈ മയക്കുമരുന്ന് അതിൻ്റെ വിപത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയാവതരണം നടത്തിയിട്ട് ഒരു പ്രഭാഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പരമ്പരായിട്ടുള്ള മതപ്രഭാഷണം നടത്തുന്ന രീതിയിലേക്ക് ഇപ്പോഴും സമൂഹം മാറിയിട്ടില്ല എന്നുള്ളത് ഗൗരവപരമായിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതുമല്ല, ഈ പറയപ്പെട്ട കാര്യങ്ങളുമല്ല. ഒരുപാട് ആൾക്കാരെ പിടിച്ചു എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ ഇതിൻ്റെ ഒരു സോഴ്സ് ഉണ്ടാവും. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് സർക്കാരിന് സാധിക്കുന്നില്ല? അതാണല്ലേ പ്രശ്നം. അതിൻ്റെ ഹെഡ് പോയിട്ട് തല അറക്കണം. അത് നടക്കാത്ത എന്താണ്? എവിടെ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്? എങ്ങനെയുണ്ട്? ഈ അടുത്ത കാലത്താണ് ഇത് ഇത്ര വ്യാപകമായ രീതിയിൽ കേരളത്തിൽ പ്രചരിച്ചത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ഈ ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളക്കാരാണോ? അല്ല, കേരളത്തിൻ്റെ പുറത്തുള്ളവരാണ്. അവർക്ക് അന്യ സംസ്ഥാനത്തുള്ള തൊഴിലാളികൾ, അവർക്ക് ഈ പാൻപരാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അത് കറുപ്പോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചുണ്ടിൻ്റെ ഇവിടെ അടിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഈ തിരികെ കയറ്റി കഴിഞ്ഞിട്ട് അങ്ങനെ ആകുന്ന സമയത്ത് ഒരു ജോലിക്കൊക്കെ ഒരു തൃപ്തി, അവരുടെ ആവശ്യമാണെന്ന് തോന്നുന്നു. എല്ലാ ഭാഗത്തും ഞാൻ മൊബൈലിൽ നിൽക്കുന്ന സമയത്ത് ഈ അവിടെ ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു വിധം എല്ലാവരും ഈ പരിചയം വേഗം അവർക്ക് ഭക്ഷണം വേണമെന്നില്ല. പോക്കറ്റിൽ ഒരു ചെറിയ ഒരു ടപ്പ പോലെ പാത്രം ഉണ്ടാവും, അതിനെടുത്തിട്ട് നമ്മുടെ പുകല പോലെയുള്ള സാധനങ്ങൾ ഇതിലേക്ക് കൈയിൻ്റെ പള്ളയിലേക്ക് വെക്കും. വേറെ എന്തെങ്കിലും അതിൽ ചേർത്ത് അങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ 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 തിരിച്ചാക്കിയിട്ട് അങ്ങനെ പൊടിയോ തട്ടി കഴിഞ്ഞിട്ട് വായിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയാണ്. നല്ലൊരു ശതമാനം ആളുകൾ അത് ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ നോക്കി ഇവർ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന കാര്യമായിട്ട് അവർ ഇരുന്ന് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് പബ്ലിക്കായിട്ട്. അതിൽ കാഠിന്യം കുറയുന്ന സമയത്ത് പിന്നീട് അത് കാഠിന്യം കൂട്ടുന്ന വസ്തുക്കളുണ്ടാവും. പിന്നെ പാൻപരാക്ക് അല്ലെങ്കിൽ കഞ്ചാവ്, മറ്റു ലഹരി വസ്തുക്കൾ, അത് MDMA, ഇതൊക്കെ അവരുടെ ജീവിത അവസ്ഥകൾക്ക് നിർണായകമാണ് എന്ന് അവർ വിശ്വസിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അവരിലൂടെയാണ് കേരളത്തിലേക്ക് ഈ ലഹരി വസ്തുക്കൾ എത്തുന്നത്. അവരുമായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ ഉപയോഗിച്ച് പോയിട്ട് അടിമയാകുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ പൂർണ്ണമായ രീതിയിൽ കേരളത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ MDMA എന്ന് പറയുന്ന ഈ കച്ചവടം ഇവിടെ അവസാനിക്കും. MDMA എന്ന് മാത്രമല്ല, ആ മയക്കുമരുന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവസാനിക്കും. ഇത് ഈ ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരൊറ്റയ്ക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അതൊക്കെ മറ്റൊരു നിയമപ്രശ്നമാണ്. അതൊരു ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. പക്ഷേ അതിൻ്റെ കാതലായിരിക്കുന്ന വശം നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവരിലൂടെയാണ് പ്രചരിക്കുന്നത്, അവരിലൂടെയാണ് എത്തപ്പെട്ടത്. കാരണം വെച്ചാൽ അവർ വിപുലമാകുന്ന, വ്യാപകമാവാത്തതിന് മുമ്പ് ഇത്രയില്ലായിരുന്നു. ഇനി പറയട്ടെ, ഈ തമിഴ്നാട് സ്വദേശികൾ, തമിഴന്മാരായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നത് ഒരു കാലത്ത്. ഒരു 15 വർഷം മുമ്പൊക്കെ നോക്കിയാൽ തമിഴന്മാരാണ് ഏറ്റവും കൂടുതൽ. അണ്ണന്മാർ നമ്മൾ പറയുക, അവരാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് ലഹരി കുറവായിരുന്നു. അവർ ഈ പറയപ്പെട്ട ചെറിയ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ എന്ന് അല്ലാത്ത രീതിയിൽ ബാക്കിയൊക്കെ വളരെ കുറേ. നേപ്പാൾ, ബംഗാൾ, ആസാം, ബീഹാർ, ഉത്തർപ്രദേശ്, ഗുജറാത്ത് പോലെയുള്ള ആളുകൾ വന്നതോട് കൂടിയിട്ടാണ് ഈ രംഗം സജീവമാകുന്നത്. ബംഗാളികളല്ലേ കൂടുതൽ ഇപ്പോൾ ഉള്ളത്. അവരെത്തുന്ന സമയത്താണ് ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടുതൽ ഉപയോഗിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അവരിലൂടെയാണ് കേരളത്തിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പല ആൾക്കാരും ഏജൻസി കരിയറായിട്ട് പ്രവർത്തിക്കും. എന്ന് വെച്ചാൽ അവർക്ക് നിശ്ചിത കമ്മീഷൻ കൊടുക്കും. എന്നിട്ട് ഈ ബ്രോക്കർമാരെ പോലെ ഇന്ന സ്ഥലത്ത് എത്തിയാൽ നിങ്ങൾക്ക് ഇന്ന സാധനം കിട്ടും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കും. ഇവർക്ക് കമ്മീഷനും കിട്ടും. അതിന് നല്ല ഡ്രസ്സ് ധരിച്ച നല്ല വിദ്യാർത്ഥികളോ അധ്യാപകരോ കൂട്ടു നിൽക്കും. അവരുപയോഗിക്കുന്നില്ല, അവരുടെ കയ്യിലേക്ക് എത്തുന്നില്ല, അവരാണെങ്കിൽ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷെ അവരെല്ലാം നിർണായകമാണ്. അങ്ങനത്തെ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, ഗവൺമെൻറ് തന്നെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം, ചോദ്യം ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതും ഈ കുറ്റവാളികൾ തീർച്ചയായിട്ടും ശിക്ഷിക്കണം. ശിക്ഷയുടെ കാഠിന്യം കൂട്ടണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു പബ്ലിക് ശിക്ഷയായിട്ട് മാറ്റണം എന്നുകൂടി ചില നിർദ്ദേശങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും. മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പിടിക്കപ്പെടുന്നവരെ ഓപ്പൺ ജയിലിൽ കടത്തുക, മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ.
എന്നിട്ടും എന്തുണ്ടാവും അറിയാം, വലിയ മാറ്റങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാവും. ചില രാജ്യത്തെ ജയിലുകളൊക്കെ അങ്ങനെയുണ്ട്. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ജയിൽ, ആ ജയിൽ സെല്ലിൻ്റെ അകത്ത് അവരിങ്ങനെ കിടക്കും. പബ്ലിക്കിന് ആ സമയത്ത് ഒരു നിശ്ചയ സമയം പോലെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ നമ്മൾ രോഗികളെ കാണാൻ പോകുന്ന പോലെ കാണാൻ വേണ്ടി അതിന് പോകാൻ പറ്റുന്ന രീതി. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇതൊരു മാനക്കേടും കൂടിയാണ്. അങ്ങനെ ശിക്ഷ കൊടുക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ഇളവുകളുണ്ട്. വലിയ രീതിയിൽ ഇത് വിപത്ത് ഒഴിവാകാൻ വേണ്ടിയിട്ട് സാധ്യമാകും. അതോടൊപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും അങ്ങനെ കുറ്റവാളികളാണെന്ന് തോന്നുന്നവർ അപ്പം തന്നെ അവരെ രാജ്യം വിട്ട് ഈ സംസ്ഥാനത്തു നിന്ന് ഒഴിവാക്കുകയും തിരിച്ച് സംസ്ഥാനത്തേക്ക് വരാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യുമ്പോൾ ഇതൊന്നുകൂടി കുറ്റമറ്റതാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.